വെൽക്കം ടു ബിസ്മി ബേക്കേഴ്സ് കുക്കിംഗ് വ്ളോഗ്സ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചീര കൊണ്ടൊരു സ്റ്റ്യൂ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചീര തേങ്ങാപ്പാൽ കറിയെന്നും പറയാറുണ്ട്. ഇത് കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. ചുമന്ന ചീര വെച്ചിട്ടാണ് ഇന്ന് സ്റ്റ്യൂ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നുറുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി കഴുകിയെടുക്കും. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇലയോടൊപ്പം ചേർന്നിട്ടുള്ള ടെൻഡറായിട്ടുള്ള തണ്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഏത് തരം ഇല കറി വയ്ക്കുകയാണെങ്കിലും കുറച്ച് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. ഉപ്പുവെള്ളം മാത്രമല്ല, ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിലിടാം, കുറച്ച് വിനീഗർ ചേർത്തിട്ടുള്ള വെള്ളത്തിലിടാം. ചീര ഉപ്പുവെള്ളത്തിൽ നിന്നും മാറ്റി നല്ലതുപോലെ വീണ്ടും കഴുകി എടുത്തിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ പറയാറില്ലേ കുനുകുനാന്ന് നുറുക്കി വെക്കണമെന്ന്, അതേമാതിരിയാണ് നുറുക്കി വെച്ചേക്കുന്നത്. ഏത് ഇലയായാലും നുറുക്കി കഴിഞ്ഞാൽ പിന്നെ കഴുകാൻ നിൽക്കരുത്, അതിൻ്റെ ഗുണമെല്ലാം പോയി കിട്ടും. ഇനി കറി വെക്കുന്നതിലേക്ക് കടക്കാം. ആദ്യം തന്നെ കറി വെക്കാനുള്ള പാത്രം ചൂടാക്കിയെടുത്തു. അതിനുശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നാടൻ കറിയല്ലേ, വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കടുക് ഇട്ട് കൊടുത്തു. ഇനി ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കണം. ഇനി സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നടുക്കൂടി കട്ട് ചെയ്ത് സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ്, ജൂലിയൻ എന്ന് പറയും ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന്. ഇങ്ങനെയാണ് അതിനകത്തേക്ക് ചേർക്കേണ്ടത്. ഏതൊരു കറി നോക്കിയാലും അതിൻ്റേതായ ഒരു രീതിയുണ്ട് ഇഞ്ചിയും പച്ചമുളകും സവാളയും ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നതിന്. ടേസ്റ്റും കൂടുന്നതായി കാണാം, അപ്പിയറൻസും നല്ലതായിരിക്കും. കറിവേപ്പില ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായി വഴറ്റിയിട്ട് അതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, പട്ട ഇത്രയും കൂടി ചേർക്കണം. അതിനുശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ സവാള ചെറുതായി കളർ ചേഞ്ച് വരുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് വഴറ്റിയെടുത്താൽ മാത്രമേ കറിക്ക് ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടുകയുള്ളൂ. തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ വഴറ്റിയെടുക്കണം. സവാളയ്ക്ക് ചെറുതായി കളർ ചേഞ്ച് വന്നു തുടങ്ങുമ്പോൾ, ഇതേമാതിരി ആയി തുടങ്ങുമ്പോൾ അതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്രഷ് ചെയ്ത കുരുമുളകാണ്, എന്ന് പറഞ്ഞാൽ കുരുമുളക് ചതച്ചത്, അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി അതിലേക്ക് ചീര ചേർക്കാം. പച്ച ചീരയും ഇതേപോലെ ചെയ്യാവുന്നതാണ്, പക്ഷേ ചുമന്ന ചീരയ്ക്ക് കൂടുതൽ ടേസ്റ്റ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചേർത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണ്ടേ. അതിലേക്ക് വളരെ കുറച്ച് വിനീഗർ ചേർക്കുകയാണ്. 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. വിനീഗർ ഇഷ്ടമില്ലാത്തവർ 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി അതിലേക്ക് 1 കപ്പ് കട്ടി കുറഞ്ഞ 2-ാം പാൽ ചേർക്കുകയാണ്. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ലോ ഫ്ലെയിമിൽ സാവകാശം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് കട്ടിയുള്ള 1-ാം പാൽ ചേർക്കാം. വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് മാത്രമേ ഇതിനായിട്ട് എടുക്കാൻ പാടുള്ളൂ. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ കറി തിളയ്ക്കാൻ പാടില്ല, പിരിഞ്ഞു പോകും. അതുകൊണ്ട് പെട്ടെന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഈ കറി ചപ്പാത്തി, പൂരി, ഒറട്ടി ഇതിനോടൊപ്പമൊക്കെ കഴിക്കാൻ നല്ലതാണ്. ചോറിനോടൊപ്പം കഴിക്കാൻ ഇതെനിക്കിഷ്ടമല്ല.
ഒരുപാട് തേങ്ങാപ്പാൽ ഒഴിച്ച് നീട്ടിയെടുക്കരുത്. എന്നാൽ പിന്നെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. കറി പാകമായി കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചീര സ്റ്റ്യൂ അല്ലെങ്കിൽ ചീര തേങ്ങാപ്പാൽ കറി റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം.